ഡിയർ ഫ്രണ്ട്സ്, ജിയോജിബ്രയിലൂടെ ഗണിത പഠനം ലഘൂകരിക്കുന്ന രീതി വിശദമാക്കിക്കൊണ്ട് ജിയോജിബ്ര ടൂൾസുകൾ ഇതുവരെ 5 വീഡിയോകളിലായി പരിചയപ്പെടുത്തിയല്ലോ. ഫസ്റ്റ് വീഡിയോയിൽ സിമ്പിൾ സർക്കിൾ ഉപയോഗിച്ച് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുന്നത് കാണിച്ചിരുന്നു. തുടർന്ന് റേഡിയസ് ആൻഡ് സർക്കിൾ, സ്ലൈഡർ ടൂൾ, ട്രേസ് ഓൺ, ആനിമേഷൻ എന്നിവ മുൻ വീഡിയോകളിൽ പഠിച്ചല്ലോ. തീർന്നില്ല, ജിയോജിബ്ര വിശേഷങ്ങൾ ഇനിയുമുണ്ട്. ജിയോജിബ്ര വിശേഷങ്ങൾ കൂടുതൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഒരു ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ മറുചാപത്തിലുണ്ടാക്കുന്ന കോണിന് ഇരട്ടിയായിരിക്കും എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തത്. നമുക്ക് ജിയോജിബ്ര ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ജിയോജിബ്ര ഓപ്പൺ ചെയ്തു. ഇവിടെ ടൂൾ ബാറിൽ പാരലൽ ലൈൻ ഓപ്ഷൻ ഉണ്ട്. ഈ പാരലൽ ലൈൻ എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കാം. നമുക്ക് ആദ്യം അതിനു വേണ്ടി ഒരു ലൈനോ ലൈൻ സെഗ്മെന്റോ എടുക്കുക. ഞാനിവിടെ ഒരു ലൈൻ എടുക്കുന്നു. ലൈൻ വരച്ചു. ഇനി ഈ ലൈനിന് പാരലായിട്ടൊരു ലൈൻ നമുക്കിവിടെ വരയ്ക്കണമെങ്കിൽ ഇവിടെ ഇതിനകത്ത് പാരലൽ ലൈൻ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഈ ലൈനിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒരു ക്ലിക്ക് കൊടുക്കുക. ഇപ്പോൾ ആ ലൈനിന് പാരലായിട്ടുള്ള ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്ത് മൗസ് പോയിന്റിൻ്റെ കൂടെ വരുന്നതായിട്ട് കാണാം. ഇത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ വയ്ക്കാം. നമ്മൾ വരച്ച ലൈനിന് പാരലായിട്ട് തന്നെ ഈ ലൈൻ എപ്പോഴും ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി സെലക്ട് ചെയ്യുക. ഈ ലൈനിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. ഇത് മൂവ് ചെയ്യുന്നതനുസരിച്ച് പാരലൽ ലൈൻ മൂവ് ചെയ്യുന്നത് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പെർപെൻഡിക്കുലർ ലൈനുമുണ്ട്, പെർപെൻഡിക്കുലർ ബൈസെക്ടറുമുണ്ട്. ഇവ രണ്ടും തമ്മിലെ വ്യത്യാസം ഒന്ന് നോക്കാം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ലൈനിൻ്റെ ബൈസെക്ടറാണ്, 2 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നതാണ്. ഞാനിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇതെന്താണ് ബൈസെക്ടർ വരാത്തതെന്നറിയാമോ? ഇവിടെ ലൈനാണ് ചൂസ് ചെയ്തത്. ലൈൻ സെഗ്മെന്റ് വേണം ചൂസ് ചെയ്യാൻ. ലൈൻ സെഗ്മെന്റ് എടുക്കുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു. ഇവിടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കുന്നു. ഞാൻ ഇവിടെ വരച്ച ലൈനിന് കറക്റ്റ് മധ്യമാക്കിക്കൊണ്ട് ഇത് 2 ഭാഗങ്ങളായി വിഭജിച്ച് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കപ്പെടുന്നതാണ്. മൗസ് പോയിന്റ് കൊണ്ടുവന്ന് ആ ലൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കറക്റ്റ് ഈ ലൈൻ സെഗ്മെന്റ് 2 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചു. ഈ ലൈൻ മാറത്തില്ല, പക്ഷേ ഈ ലൈനിന്റെ നീളം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നതനുസരിച്ച് ബൈസെക്ടർ മാറിക്കൊണ്ടിരിക്കും. ഇത് ഓക്കെ, ഇതവിടെ അടുത്തിരിക്കട്ടെ. ഇനി ഇവിടെ നമുക്ക് നോക്കേണ്ടത് പെർപെൻഡിക്കുലർ ലൈനാണ്. ഇവിടെ ഈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് ഞാനൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഈ ലൈനിന് പെർപെൻഡിക്കുലറാണ് ഞാൻ വരച്ചത്. അത് ഈ ലൈനിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താൻ സാധിക്കും. മൗസ് പോയിന്റിൻ്റെ കൂടെ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കാം. ഇനി ഇവിടെ നോക്കൂ, ഈ ലൈൻ മൂവ് ചെയ്യത്തില്ല. ഈ ലൈൻ മൂവ് ചെയ്യുന്നതനുസരിച്ച് ആ ലൈൻ മൂവ് ചെയ്യും. അപ്പോൾ ആ ലൈനിന് പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്ന ലൈനും കൂടി പെർപെൻഡിക്കുലറായി മൂവ് ചെയ്യുന്നതായിട്ട് അറിയാൻ സാധിക്കും. ഇനി നമുക്ക് മിഡ് പോയിന്റ് എടുക്കാം. ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാം. വരയ്ക്കുന്നതിൻ്റെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒന്ന് പ്രസ് ചെയ്താൽ ഇവിടെ മിഡ് പോയിൻ്റ് എടുത്ത് ഒന്ന് പ്രസ് ചെയ്താൽ ആ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് നമുക്ക് ലഭിക്കും. ലെങ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതനുസരിച്ച് മിഡ് പോയിൻറ്റും വ്യത്യസ്തമായിട്ട് വരുന്നതാണ്. അല്ലാതെ മിഡ് പോയിൻറ്റിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കില്ല. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് സ്ലൈഡർ ഉപയോഗിച്ച് ലൈൻ വരയ്ക്കുന്നതാണ് നോക്കേണ്ടത്. അത് ലൈൻ വിത്ത് ഗിവൺ ലെങ്ത് ആണ്, അതെടുക്കുക. ഇവിടെ ലെങ്ത് നമ്മളിവിടെ ആൽഫ എന്ന് കൊടുത്ത് ഓക്കെ കൊടുത്താൽ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണമോ എന്ന് ചോദിക്കും. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ -5 മുതൽ +5 വരെയുള്ള ലെങ്ത് വരുന്ന ലൈൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരും. അവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇംഗിതം അനുസരിച്ച് ലൈൻ വരയ്ക്കണമെങ്കിൽ ഇതങ്ങ് മാറ്റുക. ഒരു സ്ലൈഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ഈ ഒരു പേര് കൊടുക്കുക. പേര് കൊടുത്തിട്ട് ഇവിടെ -5 എന്നുള്ളിടത്ത് 0യും
മാക്സിമം എന്നുള്ള സ്ഥലത്ത് 10 ആക്കി കൊടുക്കുകയാണ്. അതായത് 10 വരെയുള്ള ലെങ്ത് വരുന്ന ലൈൻ വരയ്ക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇനി ഈ സ്ലൈഡർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ലൈൻ വേണം. അതിനായിട്ട് ഇവിടെ ലൈൻ സെഗ്മെൻറ്റ് വിത്ത് ഗിവൺ ലെങ്ത് എടുക്കുക, ഒരു പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുന്ന ഇത് ആൽഫ മാറ്റി കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഈ സ്ലൈഡർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ലൈൻ നമുക്ക് കിട്ടും. ഇതിനകത്ത് ആനിമേഷൻ കൊടുക്കാൻ സാധിക്കും. ആനിമേഷൻ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ലൈൻ വലുതാവുകയും ചെറുതാവുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ട്രൈസോൺ കൊടുത്തു നോക്കാം. ഇവിടെ ഇതിനകത്ത് ട്രൈസോൺ കൊടുക്കുക, ഇനി ആനിമേറ്റ് ചെയ്യുക. അവിടെ ഓരോ ഇൻ്റർവെൽ വെച്ച് പോയിൻ്റ് വീണാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഞാനൊരു അസൈൻമെൻറ്റ് തരാം. സ്ലൈഡർ ടൂൾ ഉപയോഗിച്ച് ആംഗിൾ വിത്ത് ഗിവൺ സൈസും ലൈൻ സെഗ്മെൻറ്റ് വിത്ത് ഗിവൺ ലെങ്ത്തും സർക്കിൾ വിത്ത് സെൻറ്റർ ഡ്രോ പോയിൻറ്റും ഇവ സ്ലൈഡർ ടൂൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുക. പാറ്റേൺ വരച്ച് നോക്കുക, ആനിമേഷൻ ചെയ്ത് നോക്കുക. വ്യത്യസ്തമായ വിവിധ പാറ്റേണുകളോ ആനിമേഷനോ ഒക്കെ ചെയ്തതിന് ശേഷം പുതിയതായിട്ട് ചെയ്തവ കമൻറ്റ് ബോക്സിലോട്ട് ഷെയർ ചെയ്യുക. കൂടുതൽ ജിയോജിബ്ര വിശേഷങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.